ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ എന്റെ ഹെയർ കളർ ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ്. എഗൈൻ ഞാൻ മുന്നേ ചെയ്തിട്ടുണ്ട് ഹെയർ കളർ വീഡിയോസ്. അപ്പോ ഏതാണ്ട് അതുപോലെ തന്നെ ഇരിക്കുന്ന ഒരു വീഡിയോ ആണിത്. ബട്ട് എന്റെ ഹെയർ വെച്ചിട്ട് ഇപ്പൊ ഉണ്ടോ, എന്റെ ഹെയറിൽ ഓൾറെഡി ഹെയർ കളർ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇത് ഈ ഒരു പോർഷൻ തൊട്ടേ ഉള്ളൂ, ഉണ്ടോ, ഇവിടം തൊട്ടേ ഉള്ളൂ. അപ്പൊ ഇങ്ങോട്ടൊന്നും ഹെയർ കളർ ആക്ച്വലി ഇല്ല. അതുപോലെ ബാക്കിലാണെങ്കിലും ഇവിടം തൊട്ടൊക്കെ ഹെയർ കളർ ഉള്ളൂ. ഇവിടെ നിന്ന് ഫുള്ള് നമുക്ക് വന്നിട്ട് ബ്ലാക്ക് ആണ്. അപ്പൊ എനിക്ക് അങ്ങനെ ഫുൾ ബ്ലാക്ക് കിടക്കുന്ന വലിയ താല്പര്യമില്ല. അപ്പൊ ഞാൻ വിചാരിച്ചു ഹെയർ കളർ ചെയ്യാമെന്ന്. അപ്പൊ ഇത് കുറച്ച് ഡിഫറെന്റ് ആയിട്ടാണ്. കഴിഞ്ഞ തവണ എന്നൊക്കെ പറഞ്ഞാൽ ഞാൻ കുറച്ച് ഇത്രയൊക്കെ മുടി എടുത്തിട്ടാണ് ഹെയർ കളർ ചെയ്തത്. പക്ഷെ ഇത്തവണ ഞാൻ ശരിക്കും ഹൈലൈറ്റ് ചെയ്യുന്ന പോലെ വളരെ കണ്ട ഇതുപോലെ കുഞ്ഞതായിട്ട് മുടി എടുത്തിട്ട് അങ്ങനെ ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കാം എന്നുള്ള ഒരു ചെറിയ പ്ലാൻ ആണ് എനിക്കുള്ളത്. അപ്പൊ ആദ്യം ഞാൻ ചെയ്യുന്നത്, മുന്നേ ഞാൻ ചെയ്തിട്ടുള്ളത് ഈ സ്ട്രീക്സിന്റെ അൾട്രാ ലൈറ്റ്സ് എന്ന് പറഞ്ഞിട്ടുള്ള സംഗതി വെച്ചിട്ടാണ്, ഈ ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്തിട്ടാണ് ഞാൻ മുന്നേയും ഹെയർ കളർ ചെയ്തിട്ടുള്ളത്. അപ്പൊ ഇത്തവണ ഇത് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. സോഫ്റ്റ് ബ്ലോണ്ടി എന്ന് പറഞ്ഞിട്ടുള്ള സെയിം എന്റെ ഫേവറേറ്റ് ഷെയ്ഡാണ്, അതാണ് യൂസ് ചെയ്യുന്നതും. അപ്പൊ ഇതിനകത്ത് ഇവർ പറയുന്ന രീതിയിൽ ഈ ഒരു സോഫ്റ്റ് ബ്ലോണ്ടി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഈ ഹെയർ കളർ കിറ്റ് വെച്ചിട്ട് നമുക്ക് 3 ഷെയ്ഡ്സ് ഇവിടെ ഉണ്ടാക്കാന്ന് പറയുന്നുണ്ട്. സോഫ്റ്റ് ബ്ലോണ്ടി ഉണ്ടാക്കാം, അതുപോലെ വൈബ്രന്റ് ബ്ലോണ്ടി ഉണ്ടാക്കാം, അതുപോലെ മോച്ച ബ്രൗൺ ഉണ്ടാക്കാം എന്നുള്ള രീതിയിൽ 3 കാറ്റഗറീസ് ഒക്കെ പോലെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഞാൻ ഫോളോ ചെയ്യുന്നപ്പോ ഒരു 2 സ്റ്റെപ്പാണ്. അപ്പൊ ഒരു സ്റ്റെപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു സ്റ്റെപ്പിന്റെ തന്നെ ചെറിയ റേഷ്യോ അങ്ങോട്ടും ഇങ്ങോട്ടും ഡെവലപ്പറും ബ്ലോണ്ടർ പൗഡറും കൂടെ മാറ്റിയിട്ടുണ്ടെങ്കിൽ നമുക്ക് സോഫ്റ്റ് ബ്ലോണ്ടി കിട്ടും. അതിനെ തന്നെ ഷെയ്ഡ് ആ ഒരു റേഷ്യോ ചേഞ്ച് ചെയ്യുവാണെങ്കിൽ നമുക്ക് വൈബ്രന്റ് ബ്ലോണ്ടി കിട്ടും. അതുപോലെ സ്റ്റെപ്പ് 2 ഫോളോ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് മോച്ച ബ്രൗൺ കിട്ടും. മോച്ച ബ്രൗൺ ഒന്നും എന്റെ ഹെയർ കളറിൽ അത്ര അറിയില്ല, ചെയ്തതായിട്ട് പോലും അറിയില്ല. നമ്മൾ മൈലാഞ്ചി ഒക്കെ അപ്ലൈ ചെയ്തില്ല, ഹെന്ന ചെയ്യുമ്പോൾ നമുക്കൊരു ചെറിയ ബ്രൗൺ കളർ, ബ്രൗൺ അല്ലല്ലോ, ഒരു ഗ്രേ പോലത്തെ കളർ കിട്ടത്തില്ല. ആ ഒരു കളർ മാത്രമേ ഉണ്ടാവത്തുള്ളൂ, അത് നമുക്ക് ഹെയറിൽ കാണാനുണ്ടാവത്തില്ല. അപ്പോ ഈ ഒരു സ്റ്റെപ്പ് 1 ആണ് ഞാൻ ഫോളോ ചെയ്യുന്നത്. എനിക്ക് വേണ്ട കളർ എന്ന് പറയുന്നത് വൈബ്രന്റ് ബ്ലോണ്ടി ആണ്. അപ്പൊ അവരതിനകത്ത് സ്റ്റെപ്പ് 1 വളരെ വിശദമായിട്ട് പറയുന്നുണ്ട്, നമ്മൾ ഹെയർ വാഷ് ചെയ്തിട്ട് അല്ലെങ്കിൽ ടവൽ ഡ്രൈ ചെയ്യുക, അതായത് നമ്മുടെ ഹെയർ വെറ്റ് ആയിരിക്കണം. അപ്പൊ എന്റെ മുടി വെറ്റൊന്നും അല്ല, ഞാൻ വെറ്റ് ആക്കും. എന്നിട്ട് നമ്മൾ ഗ്ലൗസ് ഒക്കെ ഇടുക, സ്വാഭാവികം ഗ്ലൗസ് ഒക്കെ ഇടുക നമ്മൾ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ. അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു ഈ പ്രൊഡക്റ്റ് എന്ന് പറയുന്ന ഈ സാധനം നമ്മൾ നമ്മുടെ ബ്ലോണ്ടർ പൗഡറും അതുപോലെ ഡെവലപ്പറും നമ്മൾ മിക്സ് ചെയ്യുന്നത് ഒരിക്കലും ഒരു മെറ്റൽ ആയിട്ടുള്ള അല്ലെങ്കിൽ അങ്ങനത്തെ സാധനങ്ങളിലൊന്നും ഇത് എടുക്കരുത്. ഒന്നെങ്കിൽ നമ്മൾ പ്ലാസ്റ്റിക്കിന്റെ യൂസ് ചെയ്യുക. ഇവർക്ക് നമുക്ക് ഓൾറെഡി ഒരു പ്ലാസ്റ്റിക്കിന്റെ ഒരു ഡപ്പ തന്നിട്ടുണ്ട്, അപ്പൊ അതിനകത്താണ് നമ്മളിത് മിക്സ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോ ഇതിന്റെ കാര്യങ്ങളെല്ലാം ഇവർ പറഞ്ഞിട്ടുണ്ട്. നമുക്കിത് എങ്ങനെയാണെന്നുള്ളത് നോക്കാം. അപ്പൊ നമുക്ക് വേണ്ട കളർ ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് വേണ്ടത് വൈബ്രന്റ് ബ്ലോണ്ടി ആണ്. അപ്പൊ ഞാൻ എന്റെ ഹെയർ ഒന്ന് നനയ്ക്കാം, വെറ്റാക്കിയിട്ട് നമുക്കിത് ചെയ്യാം. അപ്പൊ എന്റെ ഹെയർ കുറച്ച് വെറ്റായിട്ടുണ്ട്, ഞാൻ കുറച്ച് വെറ്റാക്കി കേട്ടോ. അങ്ങനെ ചെയ്തുള്ളൂ. ഞാൻ ഷാമ്പു ഓൾറെഡി ചെയ്തതായിരുന്നു, അപ്പൊ കുറച്ച് ഉണങ്ങിയോണ്ട് ഞാൻ ചെറുതായിട്ടൊന്ന് വെറ്റാക്കി. അപ്പൊ നമ്മുടെ ഈ ഒരു പാക്കറ്റിനകത്ത് വരുന്ന സംഭവം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബ്ലോണ്ടർ പൗഡർ ഉണ്ടാവും, അതുപോലെ ഡെവലപ്പർ ഉണ്ടാവും, ഇതുപോലത്തെ ചെറിയ 2 സാഷെ പാക്കറ്റ് പോലത്തെ കണ്ടീഷണർ ഉണ്ടാകും, അതുപോലെ ഇതുപോലത്തെ ഒരു ബ്രഷ് ഉണ്ടാകും, ഇങ്ങനത്തെ ഒരു ബ്രഷ് ഉണ്ടാകും, അതുപോലെ കയ്യിൽ നമുക്ക് ഗ്ലൗസ് ഉണ്ടാവും. അപ്പൊ ഇത്രയും സാധനങ്ങളാണ് നമ്മുടെ ഈ ഒരു പാക്കറ്റിനകത്ത് അവൈലബിൾ ആവുന്നത്. അപ്പൊ ഇതുപോലത്തെ ഈ ഒരു പ്ലാസ്റ്റിക് ബൗള് ഇതുണ്ടാവും, ഇതിനകത്താണ് നമ്മൾ ഇതെല്ലാം കൂടെ മിക്സ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പൊ നമുക്ക് ആദ്യം ഗ്ലൗസ് ഇടാം. നമുക്ക് ഗ്ലൗസ് ഇട്ടിട്ട് വെറ്റ് ഹെയർ ആണെന്നുണ്ടെങ്കിൽ നമുക്ക്, ഞാൻ പറഞ്ഞു, വൈബ്രന്റ് ബ്ലോണ്ടി എന്ന് പറഞ്ഞിട്ടുള്ള കളറാണ് കിട്ടുന്നത്. ഇൻ കേസ് നിങ്ങളുടെ ഹെയർ വന്നിട്ട് മോച്ച ബ്രൗൺ ആണ് വേണ്ടത്, അതായത് ഹെയർ കളർ ചെയ്യുകയും വേണം, എന്നാൽ നമ്മുടെ ഹെയർ കളർ ചെയ്തിട്ടുണ്ടെന്ന് അറിയാനും പാടില്ല, അങ്ങനത്തെ ഒരു ഇതാണ് നിങ്ങൾക്ക് വേണ്ടതെങ്കിൽ നിങ്ങൾക്ക് മോച്ച ബ്രൗൺ ചെയ്യാം. അത് നിങ്ങൾ മുടി വെറ്റ് ആവരുത്, ഡ്രൈ ആയിട്ടുള്ള ഹെയറിൽ തന്നെ ഈ ഫുൾ പ്രൊഡക്റ്റ് 2 സാധനങ്ങളും നമ്മുടെ ബ്ലോണ്ടർ പൗഡറും ഡെവലപ്പറും ഈക്വൽ ആയിട്ട് ഫുൾ എടുക്കുക, നമ്മുടെ ഹെയറിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഹെയർ കളർ ചെയ്തതിന്റെ ഒരു തൃപ്തിയും കിട്ടും, എന്നാൽ വലിയ കളറും വരില്ല. അപ്പൊ അങ്ങനത്തെ ഒരു ഇതിൽ കിട്ടും. അപ്പൊ നമ്മൾ ഗ്ലൗസ് ഇട്ടിട്ടുണ്ട്. ഗ്ലൗസ് എനിക്ക് കുറച്ച് വലുതാണ്, കയ്യൊക്കെ ഇവിടേക്ക് ഇച്ചിരി കിടക്കുവാണ്, അഡ്ജസ്റ്റ് ചെയ്യാം. ഓക്കെ, വലിയ ആൾക്കാരുടെ ഗ്ലൗസാണ്. അപ്പൊ നമ്മുടെ ഈ ഒരു ബൗളിലേക്ക് ആദ്യം നമ്മൾ എടുക്കുന്നത്
നമ്മുടെ ഡെവലപ്പർ ആണ്. ഡെവലപ്പർ നമ്മൾ ഫുൾ എടുക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് ഡെവലപ്പർ പൊട്ടിക്കാം. എല്ലാം എടുത്തു വെച്ചു, കത്രിക മാത്രം എടുത്തില്ല. ഒരു മിനിറ്റ്, കത്രിക എടുത്തു. ഓക്കെ, ഡെവലപ്പർ നമ്മൾ ഫുൾ എടുക്കുന്നുണ്ട്. കാരണം നമുക്ക് ഡെവലപ്പർ ആവശ്യമാണ്. നമ്മുടെ ഈ സാധനത്തിന്റെ മെയിൻ എന്ന് പറയുന്നത് ഡെവലപ്പർ ആണ്. പക്ഷെ ഡെവലപ്പർ മാത്രം കൊണ്ട് കാര്യമില്ല. ഡെവലപ്പർ കുറച്ചിങ്ങനെ ലിക്വിഡ് പോലെ ഇങ്ങനെയാണ്. അപ്പൊ നമുക്കിത് ഫുള്ള് ഡെവലപ്പർ എടുക്കാം. ഇത്രയും ഉണ്ട്. അപ്പൊ നമുക്കിനി നമ്മൾ എടുക്കാൻ പോകുന്നത് ബ്ലോണ്ടർ പൗഡർ ആണ്. ബ്ലോണ്ടർ പൗഡർ ഇങ്ങനെ ഒരു പാക്കറ്റ് ആണ്. ഇത് പൗഡർ ആണ്. അപ്പൊ നമുക്ക് ഇതും പൊട്ടിക്കാം. ഞാൻ ശരിക്കും പറഞ്ഞുണ്ടല്ലോ, രണ്ട് പാക്കറ്റാണ് വാങ്ങിച്ചത്. പക്ഷെ ഞാനിപ്പോ ഒരു പാക്കറ്റാണ് എടുക്കുന്നുള്ളൂ. ഇത് തികഞ്ഞില്ലെങ്കിൽ നമുക്ക് ഒരു പാക്കറ്റും കൂടെ എടുക്കാം. ഇത് ഫുള്ള് ഞാൻ ഇടുന്നില്ല കേട്ടോ. ഇതൊരു കുറച്ച് ക്രീമി ആയിട്ട് തന്നെ കിട്ടണം, ആ രീതിയിലാണ് എടുക്കുന്നുള്ളൂ ഞാൻ. പിന്നെ ഉണ്ടല്ലോ, ഈ ബ്രഷിന്റെ ഇതിങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ വെച്ച് ഇളക്കുന്നതായിരിക്കും ഇത് സേഫ് കേട്ടോ. കാര്യം എന്നാന്ന് വെച്ചാൽ, അല്ലെങ്കിൽ ഈ ബ്രഷിനകത്തെല്ലാം കയറിയിരുന്ന് ഈ സാധനം കുറെ വേസ്റ്റ് ആകും. എനിക്ക് മുന്നേ ഒക്കെ സെയിം എക്സ്പീരിയൻസ് ആണ്. അതുകൊണ്ട് ഞാൻ കുറച്ച് ബുദ്ധിപരമായിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. നല്ല രീതിയിൽ മിക്സ് ചെയ്യുക. നല്ല രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കുക. ഒരു ബ്ലൂ കളർ വരും. അതുപോലെ നമ്മുടെ നമ്മൾ ബ്ലീച്ച് ഒക്കെ ചെയ്യുമ്പോഴുള്ളൊരു സ്മെല്ലുണ്ടല്ലോ, ആ ഒരു മണവും വരും. അപ്പൊ കുറച്ചൊരു ക്രീമി ആയിട്ട് തന്നെയാണ് ഞാൻ എടുക്കുന്നത്. കാരണം എനിക്ക് ഫുള്ളൊരു സോഫ്റ്റ് ബ്ലോണ്ടി കളർ വേണ്ട, കുറച്ചൊരു വൈബ്രന്റ് കളറാണ് എനിക്ക് വേണ്ടത്. അപ്പൊ ഞാൻ കുറച്ച് ക്രീമി ആയിട്ടാണ് എടുക്കുന്നത്. ഫുള്ളൊരു ബ്ലോണ്ടർ പൗഡർ ഫുൾ എടുക്കുന്നില്ല. ഇതിന്റെ ഫുൾ ഹെയറിൽ തികഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ഞാനിത് മറ്റേ പാക്കറ്റും കൂടെ എടുക്കും. 2 പാക്കറ്റ് ഉണ്ട് എൻ്റെ കയ്യിൽ. കണ്ടിട്ട് തികയും തോന്നണില്ല, എന്നാലും നമുക്ക് നോക്കാം. കാണുന്നുണ്ടോ? ഈ ഒരു രീതിയിൽ നമ്മളിത് മിക്സ് ചെയ്തെടുത്തു. ഇപ്പോഴാണ് എക്സാക്റ്റ് ആ സ്മെല്ല് വന്നത്. ആ സ്മെല്ല് എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടമല്ല. വലിയ നല്ലൊരു സ്മെല്ലല്ല. നമ്മുടെ ബ്ലീച്ചിന്റെ എക്സാക്ട് ബ്ലീച്ചിന്റെ സ്മെല്ലാണ്. ഇതെനിക്കിപ്പോ തികയെന്ന് തോന്നാത്ത കൊണ്ട് നമുക്ക് മറ്റേ ഞാൻ വേറൊരു പാക്കറ്റ് വാങ്ങിച്ചെന്ന് പറഞ്ഞു, അതും കൂടെ നമുക്ക് ഇതിനകത്തോട്ട് മിക്സ് ചെയ്യാം. എന്നിട്ട് ഞാൻ നിങ്ങളെ കാണിക്കാവേ. പിന്നെ ഒരു കാര്യം എന്താന്ന് വെച്ചാൽ, ഇതിന്റെ മിക്സിങ്ങിനാണ് ശരിക്കും പറഞ്ഞാൽ എല്ലാം ഇരിക്കുന്നത്. അപ്പൊ നമ്മള് നല്ല രീതിയിൽ മിക്സ് ചെയ്യുക. ഈ ഒരു ബ്ലൂ കളർ നിങ്ങൾ ഓർത്ത് വെച്ചോ. ഈ ഒരു ബ്ലൂ കളറിലാണ് മുൻപൊക്കെ നമുക്ക് വർക്ക് ചെയ്ത നല്ലൊരു ഇഷ്ടമുള്ള കളർ വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ ആ സ്മെല്ലും ഒരു മെയിൻ ഫാക്ടറാണ്. സ്മെല്ല് വരുന്നവരെ നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കുക. സ്മെല്ല് വന്നു കഴിയുമ്പോൾ നമുക്ക് നിർത്താം. അതൊരു നല്ല സ്മെല്ലാണെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. പക്ഷെ ആ സ്മെല്ല് വരുമ്പോഴാണ് നമുക്ക് ഇത് നല്ല രീതിയിൽ മിക്സ് ആയി എന്നുള്ള ഒരു ഹിന്റ് കിട്ടുന്നത്. സോ അതുവരെ നമ്മൾ ഇതിപ്പോ സ്മെല്ല് വന്നിട്ടുണ്ട്. എന്നാലും ഞാൻ എൻ്റെ ഒരു ഉറപ്പിന് വേണ്ടിയിട്ട് നല്ല രീതിക്ക് ഇത് മിക്സ് ചെയ്യുവാണ്. കണ്ടോ, നല്ലപോലെ ഇത് മിക്സ് ആയിട്ടുണ്ട്. ഇനി അത് നമുക്ക് നമ്മുടെ ഹെയറിലേക്ക് അപ്ലൈ ചെയ്യാം. ഞാനത് അപ്ലൈ ചെയ്യുന്ന രീതി നിങ്ങൾ ശ്രദ്ധിക്കണം. കുറച്ച് ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു രീതിയാണ് ഞാൻ ചെയ്യുന്നത്. മുന്നേ ഞാൻ ചെയ്തിട്ടുള്ള ഒരു രീതി അല്ലേ. നിങ്ങൾ അത് ശ്രദ്ധിച്ചോണം. ആദ്യം നമുക്ക് മുടി ഒരു രീതിയിലേക്ക് എടുക്കാം. ഫുള്ള് നമ്മൾ ഈ ഒരു സൈഡ് പാർട്ടീഷൻ എടുക്കുവാണ്. ഇത് ഞാൻ സ്വന്തം ഒരു ബുദ്ധിയിൽ നിന്ന് എനിക്ക് വന്നതാണ്. ഇത് വർക്ക് ആവുമോ എന്നുള്ളത് വർക്ക് ആയാൽ മാത്രം പറയാൻ പറ്റുള്ളൂ. അപ്പോൾ എന്നിട്ട് ഇവിടുന്ന് ഇങ്ങനെ ചെറിയ ചെറിയ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെറിയ ഇതെടുത്തിട്ട് നമ്മളിത് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പൊ ഇവിടുന്ന് എടുക്കും. ഇങ്ങനെ പോകാം എന്നാണ് എൻ്റെ ഒരു പ്ലാൻ. വർക്കൗട്ട് ആവുമെന്ന് അറിയത്തില്ല, നോക്കാം. നമ്മൾ സാധനം എടുത്തിട്ടുണ്ട്. ഒരു കുറച്ച് കണ്ടോ, ഇവിടുന്ന് ഇത്രയും വിട്ടിട്ടാണ് നമ്മൾ ഇവിടുന്നാണ് ഇത് അപ്ലൈ ചെയ്ത് തുടങ്ങുന്നത്. നമുക്കിത് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഗ്ലൗസ് ഇച്ചിരി വലുതായതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന സ്ഥലത്തല്ല, കുറച്ച് അപ്പുറത്തൂടെ ഒക്കെ വരുന്നുണ്ട്. നമുക്ക് മാക്സിമം
ഇത്തിരി അങ്ങ് കയറിപ്പോയോ ഇല്ലാന്ന് വിചാരിക്കാം. ഈ ഒരു ഇത് കഴിഞ്ഞു. ഇനി നമ്മൾ തൊട്ടടുത്തുനിന്ന് തന്നെ എടുക്കാതെ ഈ ഒരു ലെവലിനാണ് നമ്മൾ എടുക്കുന്നത്. കയ്യിലൊക്കെ അവിടെ ഇവിടെ ഉണ്ട്, അപ്പൊ അതൊക്കെ ഒന്ന് ആദ്യം തേച്ച് വെക്കാം. അപ്പൊ നമ്മള് നമ്മുടെ തലയിൽ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആയിട്ട് നമ്മൾ ഫുൾ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. കുറച്ച് ചെറിയ സ്ഥലങ്ങളൊക്കെ എടുത്ത് ഓരോ വകുപ്പ് എടുത്തിട്ട് അതുപോലെ ബാക്കിൽ നിന്ന് സെക്ഷൻ എടുത്തിട്ട് അങ്ങനെയൊക്കെയാണ് ചെയ്തിരിക്കുന്നത്. ഇനി ഇത് എന്താകും എന്നുള്ളതിന് വേണ്ടിയിട്ട് നമുക്കൊരു 30 മിനിറ്റ് വെയിറ്റ് ചെയ്യാം. കുറച്ച് ഒരു സ്മെല്ലൊക്കെ വരും, അറിയാലോ സ്വാഭാവികമായിട്ട് നമ്മൾ ഈ ബ്ലീച്ചൊക്കെ ചെയ്യുന്നുള്ള ആ ഒരു അലവലാതി സ്മെല്ലുണ്ടല്ലോ. ഈ ശരിക്കും പറഞ്ഞാൽ ആ സ്മെല്ല് ഒട്ടും ഇഷ്ടമല്ല, പക്ഷേ ഈ ഹെയർ കളർ എനിക്ക് ഇഷ്ടമായതുകൊണ്ട് മാത്രമാണ് ഞാൻ അത് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് 30 മിനിറ്റ് കഴിഞ്ഞ് നമ്മുടെ ഹെയർ വാഷ് ചെയ്തിട്ട് കാണാം. 30 മിനിറ്റ് കഴിഞ്ഞ് നമ്മൾ ഹെയർ വാഷ് ചെയ്യുന്ന സമയത്ത് നോർമലി നമ്മൾ വാട്ടറിൽ നല്ല രീതിക്ക് ഈ സാധനമൊക്കെ നമ്മൾ തേച്ച് പിടിപ്പിച്ചേക്കുന്നില്ലേ, അത് ഫുള്ള് കഴുകി കളയുക. എന്നിട്ട് അവർ നമുക്ക് തന്നിട്ടുള്ള കണ്ടീഷണർ ഉണ്ടല്ലോ, ഈ കണ്ടീഷണർ ഇത് വെച്ചിട്ട് നമ്മൾ കണ്ടീഷണർ ചെയ്യാം. അപ്പോൾ ഷാമ്പു ഒന്നും നമ്മൾ യൂസ് ചെയ്യുന്നില്ല എന്നാണ് എൻ്റെ ഒരു നിഗമനം. നമുക്ക് ഒരിക്കൽ കൂടെ ചെക്ക് ചെയ്യാം. ഷാമ്പു യൂസ് ചെയ്യണം. ഷാമ്പു യൂസ് ചെയ്യുക, നല്ല രീതിക്ക് ഹെയർ വാഷ് ചെയ്യുക, ദെൻ നമ്മൾ കണ്ടീഷണർ ഇടുക. അപ്പൊ ഇത്രയും കഴിഞ്ഞിട്ട് ഞാൻ വരാം, മുടിയൊക്കെ ഉണക്കാം, എന്നിട്ട് നമുക്ക് നോക്കാമല്ലോ എങ്ങനെയാണെന്നുള്ള കാര്യം. ഓക്കെ, ഇതാണ് നമ്മുടെ ആഫ്റ്റർ ഹെയർ കളർ. നമ്മുടെ ഹെയർ വന്നിട്ട് ഇങ്ങനെയാണ് ഉള്ളത്. കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും നല്ല ചേഞ്ച് ഉണ്ട്. ചെയ്തേക്കുന്നതാണെങ്കിലും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പൊ നമ്മൾ ഇങ്ങോട്ട് മുടി ഇടുവാണെന്നുണ്ടെങ്കിലും കണ്ടോ ഈ ഒരു ഏരിയ ഫുൾ ഹെയർ കളർ വന്നിട്ട്, അതുപോലെ ഇവിടെയും ഇങ്ങനെ ഇതെനിക്ക് കുഞ്ഞു കുഞ്ഞു മുടി ഉള്ളതാണ്, അപ്പൊ അതിൻ്റെതായിട്ടുണ്ട്. ഇപ്പൊ ഇങ്ങോട്ട് നമ്മൾ ഇടുവാണെന്നുണ്ടെങ്കിലും കണ്ടോ ഇവിടെയാണെങ്കിലും നല്ല ഭംഗിയിലുണ്ടാവും. പിന്നെ അടിവശത്തൊക്കെ ഫുൾ ബ്ലാക്ക് തന്നെയാണ്, കണ്ടോ അടിവശത്ത് ഫുൾ ബ്ലാക്ക് തന്നെയാണ്. ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല. പക്ഷെ മോൾവശം നമ്മൾ നോക്കുന്ന സമയത്ത് കണ്ടോ ഫുൾ ഇങ്ങനെ ഹെയർ കളർ ചെയ്തിരിക്കുകയാണ്. അപ്പൊ അടിപൊളിയാണ്. നിങ്ങൾക്ക് ഹെയർ കളർ വീട്ടിൽ തന്നെ ചെയ്യണം എന്നുണ്ടെങ്കിൽ അടിപൊളിയായിട്ട് ചെയ്യാൻ പറ്റുന്ന സാധനമാണ് സ്ട്രീക്സിന്റെ. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങൾക്ക് സോഫ്റ്റ് ബ്ലോണ്ടി വാങ്ങിക്കാം, അല്ലെങ്കിൽ അവർക്ക് ഇഷ്ടം പോലെ വെറൈറ്റി കളേഴ്സ് ഉണ്ട്, അത് വാങ്ങിക്കാവുന്നതാണ്. നിങ്ങൾക്ക് കാര്യങ്ങൾ ക്ലിയർ ആയെന്ന് ഞാൻ വിചാരിക്കുന്നു. ഹെയർ കളർ നമുക്ക് വീട്ടിൽ തന്നെ സിമ്പിൾ ആയിട്ട്, വളരെ സിമ്പിൾ ആയിട്ട് ഈസി ആയിട്ട് ചെയ്യാം. ഒരു അരമണിക്കൂറിന്റെയോ 3/4 മണിക്കൂറിന്റെയോ ഒക്കെ കാര്യങ്ങളേ ഉള്ളൂ. അപ്പൊ നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുൾ ആയെങ്കിൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വേറൊരു വീഡിയോ ആയിട്ട് കാണാം. ടിൽ ദെൻ ബൈ.